പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. GCNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഏഴയ്ക്ക് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് വീണ്ടും ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവയുടെ കൃപ നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ആവശ്യമായിരിക്കുന്ന ദൈവിക കൃപകളും ആലോചനകളും സ്വർഗത്തിലെ ദൈവം നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നിത്യേന ദൈവവചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ ഗ്രൂപ്പിൻ്റെ സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരെയും ദൈവമക്കളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഈ വൈകിയ സമയത്ത് തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം ആർ എന്ന വിഷയമാണല്ലോ കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം ആർ എന്ന വിഷയത്തിൻ്റെ 19ാമത്തെ എപ്പിസോഡാണ് ഇന്ന് സംസാരിക്കപ്പെടുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ നാടുകളിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇളയവനെ ബലപ്പെടുത്തിയവനായ കർത്താവ് ഇന്നും തൻ്റെ കൃപയിൽ സൂക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം ആർ എന്ന ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള മറുപടി ദൈവവചനത്തിലൂടെ തന്നെ നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നതാണ്. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം എന്ന് ചിന്തിക്കുന്നു. സ്തോത്രം. ജീവനുള്ള ഏക സത്യ ദൈവത്തെ സംബന്ധിച്ച് പല നിലകളിലുള്ളതായ തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം. വിപരീത ഉപദേശങ്ങൾ പ്രസംഗിക്കപ്പെടുന്നവരും പഠിപ്പിക്കപ്പെടുന്നവരുമായ ഉപദേഷ്ടാക്കന്മാർ അനേകർ എഴുന്നേറ്റ് അതിശക്തിയോടെ ദൈവവചനത്തിൻ്റെ സത്യത്തിന് വിരോധമായി വിവിധ നിലകളിലുള്ളതായ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും വിവിധ നിലകളിലുള്ളതായ പ്രവർത്തനങ്ങൾ ലോകത്തിൽ കാഴ്ചവെക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വിവിധ നിലയിലാണ് പലരും പ്രവർത്തിക്കുന്നത്. അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്, വീര്യപ്രവർത്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഊതി വീഴ്ത്തുക, ഉന്തി വീഴ്ത്തുക, ചിരിപ്പിക്കുക, കരയിക്കുക, കുരയ്ക്കുക, കൂവുക, ഓടുക, ചാടുക തുടങ്ങി പല നിലകളിലുള്ളതായ പൈശാചിക പ്രവർത്തനങ്ങൾ ലോകത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ദൈവികമാണെന്നും ആത്മീയമാണെന്നും ദൈവത്താൽ നടത്തപ്പെടുന്നതായ അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്, വീര്യപ്രവൃത്തികളാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതിന് വേണ്ടി പിശാചും അവൻ്റെ അനുയായികളും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളതായ
ദുഷ്പ്രവർത്തനങ്ങൾ ലോകത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പൈശാചികമാകുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യഥാർത്ഥ ദൈവം ആരാണ് എന്നതിനെ സംബന്ധിച്ച് സകലരും അറിയണമെന്നുള്ളതായ സതുദ്ദേശത്തോടു കൂടെയാണ് ഈ വിഷയം ചില നാളുകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നതും. വളരെ തെറ്റായ നിലയിൽ ലോകം മുഴുവനും അനാത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യദൈവത്തെ യഥാർത്ഥമായി എല്ലാവരും അറിയണമെന്ന ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയാണ് JCNDST എന്ന ഈ ഗ്രൂപ്പ് വളരെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം വീണ്ടും വീണ്ടും സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സത്യവചനം യഥാർത്ഥമായി ലോകം അറിയുകയും സത്യദൈവത്തെ യഥാർത്ഥമായി അറിയുവാനിടയായി തീരണമെന്നുള്ളതായ അശുദ്ധമായ ഉദ്ദേശത്തോടു കൂടെയാണ് ഈ വിഷയം വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ പറയപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സംസാരിക്കപ്പെടുന്നതായ കാര്യങ്ങൾ ദൈവവചനവുമായിട്ട് വളരെ പരിശോധിച്ച് നോക്കുകയും വചനവിരുദ്ധമായി എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെന്ന് തോന്നിയാൽ കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേര് ചേർത്തിരിക്കുന്നതിനോട് ചേർന്ന് എല്ലാവരുടെയും ഫോൺ നമ്പറും പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വിളിച്ച് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ ചോദിക്കാവുന്നതാണ്. അതിന് ഉചിതമായ മറുപടിയും ലഭിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. JCNDST എന്ന ഈ ഗ്രൂപ്പ് തിരുവചന സത്യം മാത്രം സംസാരിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഗ്രൂപ്പാണ്. കാരണം അന്ത്യകാലമാണ്. കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിനു വേണ്ടി എല്ലാവരും ഒരുക്കപ്പെടുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. സകല വ്യക്തികളും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിഞ്ഞ് നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായി കാണപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വചന പരമ്പര വീണ്ടും നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പലവിധ ഗുണലക്ഷണങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിശുദ്ധി എന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഈ വൈകിയ സമയത്ത് ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം മനുഷ്യന് നൽകിയ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധി എന്ന വിഷയത്തിന് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. സ്തോത്രം. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 3 വരെ, സ്തോത്രം 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു.
എന്ന് ആദ്യ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തുപാടി എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ജീവനുള്ള ദൈവം വിശുദ്ധനാണ്, വിശുദ്ധിയിൽ അധിവസിക്കുന്നവനാണ് എന്ന ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വൈകിയ സമയത്ത് സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. യശയ്യാവിൻ്റെ പ്രവചനത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. യഹൂദ രാജാവായിരിക്കുന്ന ഉസിയ മരിച്ച ആ വർഷത്തിൽ കർത്താവിൻ്റെ ദാസനായ യെശയ്യാവ് ദർശിച്ച ഒരു ദർശനത്തെ സംബന്ധിച്ചാണ് ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. ഒരു സിംഹാസനം താൻ കാണുകയും ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ആ ഇരിക്കുന്നവൻ കർത്താവ് എന്നാണ് വേദപുസ്തകത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത്. കർത്താവ് എന്ന് പറയുമ്പോൾ സ്തോത്രം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ കർത്താവ് ഒരുവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ഏക കർത്താവിനെ സംബന്ധിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ സംസാരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് എന്നാണ്. ഏക കർത്താവ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു മാത്രമാണ് ആ ഏക കർത്താവും, അവനല്ലാതെ വേറൊരു കർത്താവ് ഇല്ല എന്ന് ആ വചനഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പം ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ യെശയ്യാവ് കണ്ട കാഴ്ചയിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് താൻ കണ്ടു എന്നാണ്. അപ്പോൾ ഈ ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തിൽ ഇരുന്ന കർത്താവ് ആരാണ്? യേശു ക്രിസ്തു എന്ന ഏക കർത്താവാണ് ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് യെശയ്യാവ് ദർശിക്കുവാനിടയായി തീർന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വസ്ത്രം എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം ധരിക്കുന്ന വസ്ത്രം പ്രകാശമാണ്, വെളിച്ചമാണ്, തേജസ്സാണ്. അതിൻ്റെ പ്രകാശമാണ് മന്ദിരത്തെ നിറയ്ക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി യെശയ്യാ പ്രവാചകൻ കണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു എന്ന് കാണുവാൻ കഴിയുന്നു. സ്തോത്രം, ദൂതന്മാരുടെ ഒരു പ്രത്യേക സംഘമാണ് സാറാഫുകൾ. കെരൂബുകൾ, സാറാഫുകൾ, മറ്റ് ദൂതന്മാർ, ഇങ്ങനെ വ്യത്യസ്തമായ നിലയിലുള്ളതായ ചുമതലകൾ വഹിക്കുന്ന ദൂതന്മാരുണ്ട് എന്നും നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. സാറാഫുകൾ കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിന് ചുറ്റിലും നിൽക്കുകയാണ്. ഓരോ സാറാഫിനും 6 ചിറകുകൾ ഉള്ളതായി കാണുന്നു.
അതിൽ 2 കൊണ്ട് അവൻ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ആ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുകയാണ്. അവന്റെ തേജസ് സാറാഫുകളുടെ മുഖത്ത് പോലും തട്ടാതിരിക്കത്തക്ക വിധത്തിൽ സാറാഫുകൾ ഈ ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മൂടി, പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് തമ്മിൽ പറയുകയാണ്, ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തുപാടി എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ സിംഹാസനത്തിൽ, ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവാണ്. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രമേ നമുക്കുള്ളൂ എന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അപ്പോ യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സാറാഫുകൾ അവന്റെ ചുറ്റിലും നിന്നുകൊണ്ട് പറയുകയാണ്, സ്തോത്രം, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു സൈന്യങ്ങളുടെ യഹോവയാണ്. അവൻ പരിശുദ്ധനാണ്. സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സാറാഫുകൾ ആർത്തുപാടുവാനിടയായി തീർന്നു എന്നാണ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സിംഹാസനത്തിൽ നിന്നും വ്യാപരിക്കുന്ന ദൈവാത്മശക്തിയുടെ മുൻപിൽ സാറാഫുകളും വിറച്ചുകൊണ്ട് അവന്റെ വിശുദ്ധിയെക്കുറിച്ച് ആർത്തുപാടുകയാണ് എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, ദൈവം ആരാണെന്ന് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയാതെ അനേകരും ദൈവത്തെക്കുറിച്ച് വികലമായിട്ടുള്ളതായ ചിന്താഗതികളിലൂടെ തെറ്റായ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുകയും അനേക പ്രിയപ്പെട്ടവരെ വഞ്ചിച്ചും കൊണ്ടിരിക്കുന്നതായ വഞ്ചകന്മാരായ ആളുകളും കൂടെ ഈ സത്യം ഗ്രഹിച്ച് ഈ അന്ത്യനാളുകളിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വഴികളിലേക്ക് തിരിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വലിയ ന്യായവിധി അത്തരക്കാർക്ക് കടന്നു വരുന്നു എന്നുള്ളതായ വസ്തുത ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ന്യായവിധിയിൽ അകപ്പെട്ട് നശിക്കാതിരിക്കേണ്ടതിന് തിരുവചനത്തിന്റെ സത്യത്തെ മനസ്സിലാക്കി സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ അടയാളമായി പഠിക്കുവാൻ കഴിയും. സ്തോത്രം, തീയും വെള്ളവും ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം ശുദ്ധീകരിക്കുന്ന ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വിഷയഭാഗങ്ങളിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. തീയും വെള്ളവും ശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ 22-23 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വെള്ളീയം, കാരീയം മുതലായി തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും തീയിൽ ഇട്ടെടുക്കണം. വെള്ളിയും പൊന്നും ചെമ്പും വെള്ളീയവും കാരീയം മുതലായി തീയിൽ നശിച്ചു പോകാത്ത സാധനങ്ങളൊക്കെയും തീയിലിട്ടെടുക്കണം.
ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതായ ഒരു പ്രക്രിയയാണ്. എന്നാൽ അത് ശുദ്ധമാകും എങ്കിൽ ശുദ്ധീകരണ ജലത്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ വെന്തു പോകുന്നതെല്ലാം വെള്ളത്തിൽ മുക്കിയെടുക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. തീയിൽ വെന്തുപോകാത്ത സാധനങ്ങൾ തീയിൽ കൂടി എടുക്കണം, തീയിലിട്ടെടുക്കണം. എന്നാൽ തീയിൽ വെന്തുപോകുന്നതായ സാധനങ്ങൾ വെള്ളത്താൽ ശുദ്ധീകരിച്ചെടുക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇത് ശുദ്ധീകരണത്തിനായിട്ട് നൽകിയിരിക്കുന്ന ഒരാലോചനയാണ്. ശുദ്ധീകരണം പ്രാപിക്കാതെ, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മലാക്കി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യഭാഗത്തിൽ ഈ വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ, അഥവാ സർവശക്തനായ ദൈവത്തിൻ്റെ വരവിങ്കൽ ആർക്ക് സഹിക്കുവാൻ കഴിയും? ആർക്ക് അവൻ്റെ മുൻപിൽ നിലനിൽക്കുവാൻ കഴിയും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനത്തിൻ്റെ സത്യം ഗ്രഹിച്ച് സത്യത്തിന് വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും നിലനിൽക്കുന്നതായ തൻ്റെ ഭക്തന്മാരെ തന്നോടുകൂടെ ചേർക്കേണ്ടതിന് വേണ്ടി നമ്മുടെ അരുമനാഥനായ കർത്താവ് കടന്നു വരുവാൻ സമയമായിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവവചനം വളരെ ശക്തമായി നമ്മോട് സംസാരിക്കുമ്പോൾ വചനത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരോധമായി വ്യാജോപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ തെറ്റിച്ച് കളയുന്നവരും തെറ്റിപ്പോകുന്നവരുമായ സകല ആളുകൾക്കും വരുവാൻ പോകുന്നതായ ന്യായവിധിയിൽ നിന്ന് യാതൊരു കാരണവശാലും തെറ്റി ഒഴിയുവാൻ കഴിയുകയില്ല എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ വരുന്ന ദിവസത്തിൽ ആർക്ക് സഹിക്കാം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആര് നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ വിശുദ്ധിക്കും മഹത്വത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സകല പ്രവർത്തനങ്ങൾക്ക് നേരെ ദൈവം ജ്വലിക്കുന്നു എന്ന് പഠിക്കുവാൻ സാധിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ കോപാഗ്നിക്ക് മുൻപിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തിലില്ല. ഒരു ദേവന്മാർക്കും കഴിയുകയില്ല, ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. സ്തോത്രം. സകലത്തെയും സ്വർഗത്തിലെ ദൈവം നീതിയോടെ ന്യായം വിധിക്കുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. വിശുദ്ധനായ ദൈവം സകല അശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുന്നവനാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ആകയാൽ സകലത്തിനും മീതെ വിശുദ്ധനായ ദൈവം അതിവിശുദ്ധിയിൽ നിലകൊള്ളുന്നു. ദൈവം എല്ലാ ദോഷപ്രവൃത്തികളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ മക്കളായിരിക്കുന്ന ഏവരും വിശുദ്ധിയോടെ അശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുകയും തിരുവചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി
വളരെ വിശുദ്ധമായി നിലകൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. വചനത്തിൻ്റെ വ്യവസ്ഥകളെ അനുസരിക്കാതെ പോകുന്നവർക്ക് വലിയ ന്യായവിധി ഉണ്ടാകുവാൻ പോകുന്നു എന്നും തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. സർവശക്തനായ ദൈവം നീതികേട് ചെയ്യുകയുമില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം സമ്പൂർണ്ണ വെടിപ്പും വിശുദ്ധിയുമുള്ളവനാകുന്നു. അതുകൊണ്ട് സകല അശുദ്ധിയിൽ നിന്നും അവൻ അകന്നു നിൽക്കുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഒട്ടും ഇരുട്ടില്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. സ്തോത്രം. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ളതായ അന്തരം, അശുദ്ധിയും വിശുദ്ധിയും തമ്മിലുള്ളതായ വ്യത്യാസം പോലെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവം വിശുദ്ധിയിൽ അധിവസിക്കുന്നവനാണ്. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മോട് സംസാരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നമ്മുടെ ദൈവം നീതിമാനാണ്. അവൻ നീതിയെ മാത്രം ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. നേരോടെ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അവൻ്റെ വരവിങ്കിൽ അവൻ്റെ മുഖം കാണുവാനിടയായിത്തീരും. ഇവിടെ യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും എന്ന് പറയുമ്പോൾ, സ്തോത്രം, യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുന്നത് പോലെ തന്നെ നാം അവനെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നാം കാണുന്നതും, സ്തോത്രം, അവനാണ് നമുക്ക് പ്രത്യക്ഷനാകുന്നതുമെന്ന് പഠിക്കുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണുമെന്നാണ്. സ്തോത്രം. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ വരവ് നമ്മോട് അടുത്തിരിക്കുന്നു. അവൻ്റെ തിരുമുഖം കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകേണ്ടതിന് അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും വചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് നിലകൊള്ളുവാൻ ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ,
ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അനുഭവിക്കുന്നു അഥവാ അറിയുന്നു. നാം വിശ്വാസത്താൽ അത് അറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ദൈവം സ്നേഹമാണ്. അതിൻ്റെ 1 യോഹന്നാൻ 4:8 വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. സ്തോത്രം. സ്നേഹിക്കാത്തവൻ ഒരുവനും ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെയെന്ന് ആ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നിമിത്തമാണ് നമുക്ക് ദൈവം മുൻപാകെ നിൽക്കുവാൻ കഴിയുന്നത്. ഇല്ല എങ്കിൽ അവൻ്റെ മുൻപാകെ നിൽക്കുവാൻ നമുക്ക് കഴിയുകയില്ല. സ്തോത്രം. അവൻ്റെ കരുണയും സ്നേഹവും ഏറ്റുവാങ്ങുവാൻ അഥവാ അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും അവൻ്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. അവൻ്റെ വരവിങ്കിൽ മലാക്കി പ്രവചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവൻ, സ്തോത്രം, അവൻ്റെ ദിവസത്തെ ആർക്ക് സഹിക്കുവാൻ കഴിയും? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആര് നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുകാരൻ്റെ ചാരവെള്ളം പോലെയുമാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ അവനെ കാണും. സ്നേഹനിധിയായിരിക്കുന്ന കർത്താവുമായിട്ട് അവൻ ഒരുമിച്ച് വസിക്കുവാനും കഴിയും. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഇപ്പോൾ ഇസ്രായേലേ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. ഇസ്രായേലിനോട് സർവശക്തനായ ദൈവം പറയുകയാണ്: നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. സ്വർഗത്തിലെ ദൈവം നൽകുന്ന ഉപദേശങ്ങളും ചട്ടങ്ങളും വിധികളും ഒക്കെ പ്രമാണിപ്പാൻ കഴിയാതെ മാനുഷികമായ ഉപദേശങ്ങൾ പഠിപ്പിച്ചും പൈശാചികമായിട്ടുള്ള ഉപദേശങ്ങൾ ജനത്തെ പഠിപ്പിച്ചും ജനത്തെ വഞ്ചിച്ച് വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നതായ വഞ്ചകന്മാരായിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്ന ദേശം നിങ്ങൾ കൈവശമാക്കുവാൻ ഇടയായി തീരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കണം. നിങ്ങളോട് ഉപദേശിച്ച ഉപദേശങ്ങളും ചട്ടങ്ങളും വിധികളും നിങ്ങൾ കേട്ടനുസരിക്കണം. പുതിയ നിയമവ്യവസ്ഥയനുസരിച്ച് ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശം നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്.
മാനസാന്തരപ്പെട്ട വ്യക്തി പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്ന വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുവാനിടയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ ഉപദേശങ്ങളും വിധികളും ചട്ടങ്ങളൊന്നും പ്രമാണിക്കാതെ മാനുഷികമായിട്ടുള്ള ഉപദേശം പഠിപ്പിച്ചും പൈശാചികമാകുന്ന ലക്ഷ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഉപദേഷ്ടാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന പെന്തക്കോസ്തുകാരായ ആളുകളോട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങൾക്ക് അവകാശമായി നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നതായ ആ നിത്യ സന്തോഷം, നിത്യഭവനത്തിൽ നിങ്ങൾ ചെന്നു ചേരുവാനിടയായി തീരണമെങ്കിൽ ദൈവം നിങ്ങളുടെ മുൻപാകെ വച്ചിരിക്കുന്നതായ ഉപദേശങ്ങളും ചട്ടങ്ങളും നിങ്ങൾ പ്രമാണിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസഭയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യമായി നൽകിയ ഉപദേശമാണ് നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നുള്ളത്. മാനസാന്തരപ്പെട്ട വ്യക്തി പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുകയുള്ളൂ. ഇത് ലഭിക്കാത്ത ഒരു വ്യക്തി, സ്തോത്രം, ഇന്ന് സഭ മുഴുവനും അന്യഭാഷ എന്ന് പറയുന്നതായ ഒരു ചടങ്ങിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുലമ്പുമ്പോൾ അത് ദൈവാത്മാവിൻ്റെ ഉപദേശമാണെന്നും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കത്തക്ക വിധത്തിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പലരും ആ വിധത്തിലുള്ളതായ കുറുക്കു വഴികൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെയധികം ശിക്ഷാർഹമാണ് എന്ന കാര്യം ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ ഉപദേശവും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മാനുഷികമാകുന്ന ഉപദേശം ജനത്തെ പഠിപ്പിച്ചുകൊണ്ട് പൈശാചികമാകുന്ന ലക്ഷ്യങ്ങളിലേക്ക് ജനത്തെ തള്ളിവിട്ടുകൊണ്ട് സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും സ്തോത്രം ചാലാപുര പറഞ്ഞ് ഇത് അന്യഭാഷയാണെന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്ന ആ കാപട്യ പ്രവൃത്തി ശിക്ഷാർഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശങ്ങളും പ്രമാണിച്ച് ജീവിക്കുവാൻ ഈ നാളുകളിൽ സ്തോത്രം സകല ക്രൈസ്തവ സമൂഹവും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. പെന്തക്കോസ്തുകാർ മാത്രമല്ല, ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന സകല പ്രിയപ്പെട്ടവരും ദൈവവചനത്തിൻ്റെ വസ്തുതകളെ മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ വിലസി നടക്കാം. എന്നാൽ ഒടുവിൽ കർത്താവ് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് നിങ്ങളെ തള്ളിപ്പറയുന്നതായ ഒരു സമയമുണ്ടാകും എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അന്നാളിൽ അവിടെ കരച്ചിലും വല്ലുകടിയും ഉണ്ടാകുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രമാകാതിരിക്കേണ്ടതിന് ദൈവവചനത്തിൻ്റെ സത്യോപദേശം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സകല പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ബുദ്ധിപദേശം നൽകുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 40-41 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ആകാശത്തിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ്. സ്തോത്രം. നിത്യനായ ദൈവം, അവനേക്കാൾ വലിയവൻ ഒരുവൻ ഇല്ലാത്തതിനാൽ അവനെക്കുറിച്ച് തന്നെ അവൻ ഉയരത്തിലേക്ക്, ആകാശത്തിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുകയാണ്. നിത്യനായിരിക്കുന്ന എന്നാണ്
എൻ്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എൻ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. എന്നെ ദേഷിക്കുന്നവർക്ക് പകരം വീട്ടും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അവൻ നിത്യനാണെന്നും അവനേക്കാൾ വലിയവൻ മറ്റൊരുവൻ ഇല്ല എന്നും അവനെ കൊണ്ട് തന്നെ അവൻ സത്യം ചെയ്യുകയാണ്. നിത്യനായ എന്നാണ് എൻ്റെ മിന്നലുകൾ, എൻ്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എൻ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. എന്നെ ദേഷിക്കുന്നവർക്ക് പകരം വീട്ടും. ഇന്ന് പലയിടങ്ങളിലും മിന്നലേറ്റ് ചിലരൊക്കെ അബോധാവസ്ഥയിലാകുന്നു, ചിലരൊക്കെ മരിക്കുന്നു. ചില സംഭവങ്ങളൊക്കെ ലോകത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഉഗ്രമായ കോപം ലോകത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം സത്യം ചെയ്ത് പറയുകയാണ്, നിത്യനായ എന്നാണ് എൻ്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എൻ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. എന്നെ ദേഷിക്കുന്നവർക്ക് പകരം വീട്ടുമെന്ന് കർത്താവ് വളരെ ശക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രമാകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് പോലെ അവൻ്റെ ഉപദേശങ്ങളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് ഈ നാളുകളിൽ അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിലകൊള്ളുവാൻ ഓരോ പ്രിയപ്പെട്ടവരും തയ്യാറാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു. സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ 5-ാമത്തെ ലേഖനത്തിൻ്റെ 23-24 വാക്യഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമല്ലാതെ നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി നിന്ദിക്കപ്പെടാതെ വണ്ണം വെളിപ്പെട്ടു വരുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിർവഹിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 1:17 നാം ഇങ്ങനെ വായിക്കുന്നു: നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ആ ഏക സത്യ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് സകല ബഹുമാനവും മഹത്വവും നൽകേണ്ടത്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവമാർ എന്നതാണല്ലോ നമ്മുടെ പ്രസംഗത്തിൻ്റെ വിഷയം. നമ്മുടെ ദൈവം പഴയ നിയമത്തിൽ യഹോവയാണ് എന്ന് പഴയ നിയമ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യഹോവയാൻ ദൈവം തന്നെ പുതിയ നിയമത്തിൽ നാം കാണുന്ന കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ വേറൊരു ദൈവവുമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. സ്തോത്രം. ആ നാമത്തെ നിഷേധിക്കുന്നവർ ആരായിരുന്നാലും
ദൈവകോപത്തിന് ഇരയായിത്തീരും, ശിക്ഷാവിധിയിലാകപ്പെടും. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി വളരെ ബുദ്ധിയോടെ, ശ്രദ്ധയോടെ, മാനസാന്തരത്തിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ആർ എന്ന വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ചില ഭാഗങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തുവാനുണ്ട്. അതിനായിട്ട് ദൈവം സഹായിക്കുമാറാകട്ടെ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അല്പസമയം കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ എളിയവന് ഭാഗ്യം നൽകിയതുകൊണ്ട് സ്തോത്രം. ദൈവം ആർ എന്ന് അനേകർക്കും അറിയാതിരിക്കുമ്പോൾ സത്യദൈവത്തെ അറിയുവാൻ ഇളയവർക്ക് നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. JCNDS എന്ന ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. എൻ്റെ സംഘാടകരായിരിക്കുന്ന, അഡ്മിന്മാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, തിരുവചനം നിത്യേന സംസാരിക്കുന്നവരെയും നീ അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. മഹത്വം പനിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം.